പാരൻസ്, എനിക്ക് നിങ്ങളോട് ഇന്ന് ചോദിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ. പലപ്പോഴും പാരൻസുമായിട്ടുള്ള പ്രോഗ്രാമുകളും അതുപോലെ തന്നെ കൺസൾട്ടേഷനും ഒക്കെ ഉണ്ടാവും. അപ്പോഴൊക്കെ പലരും പറയാറുള്ളത് കുട്ടികളെ ആലോചിച്ച് ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ് ജീവിക്കാൻ, അല്ലാതെ ഒരുമിച്ച് പോകാൻ എനിക്കിഷ്ടമല്ല. അതിപ്പോൾ വൈഫാണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഒരു അവസ്ഥ എനിക്ക് മാത്രമേ അറിയുള്ളൂ, കുട്ടികളെ ആലോചിച്ച് മാത്രമാണ് ഞാനിങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. കുട്ടികളെ ആലോചിച്ച് മുന്നോട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലതാണ്. ഏറ്റവും നല്ലത് നല്ല റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കിയിട്ട്, പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും, അത് ഓവർകം ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്കത് ബെറ്റർ ആക്കി കൊണ്ടുപോകാൻ എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ വരുന്ന മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ ബെറ്റർ ആക്കാൻ നോക്കില്ല, ട്രൈ ചെയ്യില്ല. ട്രൈ ചെയ്താലാണല്ലോ നമുക്ക് ബെറ്റർ ആവോ ഫ്ലോപ്പ് ആവോ എന്നൊക്കെ അറിയാം. ട്രൈ ചെയ്യാതെ നമ്മൾ ഈ ലെവലിൽ തന്നെ നിൽക്കും. നമ്മൾ ഒരിക്കലും മാറാൻ തയ്യാറല്ല. ആ ലെവലിൽ തന്നെ നിന്നുകൊണ്ട് നമ്മളിങ്ങനെ വിക്ടിം പേഴ്സണാലിറ്റി ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സഹിച്ചു നിൽക്കുന്നതെന്ന്. പക്ഷെ കുട്ടികളുടെ കാര്യം ഒന്ന് എടുത്തു നോക്കും. റിലേഷൻഷിപ്പിൽ പാരൻസ് തമ്മിൽ പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അത് കുട്ടികളെ ബാധിക്കുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. കുട്ടികൾക്ക് വേണ്ടി ഒരുമിച്ച് ജീവിക്കുക എന്നതിനേക്കാൾ ഉപരി കുട്ടികളെ അത് മെന്റലി എങ്ങനെ ബാധിക്കുന്നുണ്ട് എന്ന്. സ്ഥിരമായി അച്ഛനും അമ്മയും വഴക്കിടുന്ന ഒരു വീട്ടിൽ കുട്ടിക്ക് നന്നായി പഠിക്കാൻ പറ്റുമോ? ഒരുപാട് കുട്ടികളെ നമ്മൾ കൗൺസിലിങ്ങിൽ എടുക്കുന്ന സമയത്ത് ഒരു കുട്ടി എന്നെ ആശ്ചര്യപ്പെടുത്തിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവളെ മുടിയൊക്കെ മുറിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തിനാണ് മുടി മുറിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞത്, ഞാൻ മരിക്കാൻ വേണ്ടിയിട്ട് മുടി മുറിച്ചതാണ്, ഞാൻ മുട്ട അടിച്ചു, പിന്നെ സൂയിസൈഡിനെ കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട്, ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് ഇതെന്ന് ചോദിച്ചപ്പോൾ വീട്ടിലെ അമ്മയും അച്ഛനും വഴക്കാണ്. എന്നെ നോക്കാൻ, എനിക്കൊരു കെയർ തരാൻ, നീ എപ്പോൾ വീട്ടിലേക്ക് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിക്കാൻ എൻ്റെ പാരൻസ് അത്ര പോലും ശ്രദ്ധ എനിക്ക് തരുന്നില്ല എന്ന്. അവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, എന്നും അടിയും ബഹളമാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് വേണ്ടി ഒരുമിച്ച് ജീവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ കുട്ടികൾ എന്താകുന്നു, അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു അവസ്ഥ എന്താണ് എന്നതാണ് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത്. പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും, പക്ഷെ കുട്ടികളെ മുന്നിൽ വെച്ച് നിരന്തരമായിട്ട് സംസാരിക്കുക, കുട്ടികളെ മുന്നിൽ വെച്ച് അസഭ്യം പറയുക, ഇതുപോലെ അബ്യൂസസുകൾ ഉണ്ടാവുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന കുട്ടികളിൽ മറ്റു വലിയ പ്രോബ്ലംസ് ഉണ്ടാവും. ആ കുട്ടികൾക്ക് പഠനത്തിലോ നല്ല റിലേഷൻഷിപ്പിലോ മെന്റൽ ഹെൽത്തിലോ ഫിസിക്കൽ ഹെൽത്തിലോ ഒന്നും ഒരു എന്താ പറയുക, ഒരു അബൻഡൻസ് ഉണ്ടാവില്ല. എപ്പോഴും ഒരു കോൺഫിഡൻസ് കുറവ്. പിന്നെ അല്ലെങ്കിൽ സ്കൂളിൽ പോയാൽ ഒരു ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ എന്താന്ന് വെച്ചാൽ പിന്നെ കുട്ടികൾക്ക് ഭയങ്കര ഈഗോ അല്ലെങ്കിൽ പോസസീവ്നെസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളിൽ ഒരുപാട് ഉണ്ടാവാൻ തുടങ്ങും. അവരുടെ പാരൻസിനെ കാണുമ്പോൾ നമ്മൾ വേദനിക്കാൻ തുടങ്ങും. മറ്റ് പാരൻസിനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര അവരോട് ദേഷ്യം തോന്നും. കാരണം എനിക്കിത് കിട്ടുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു അസൂയ കുട്ടികളിൽ ഉണ്ടാകും. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. താങ്ക് യു.